ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വിശേഷം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ, ചക്കരയുടെ റിസൾട്ട് വന്നിട്ടുണ്ട് അല്ലേ ചക്കരെ? ചക്കര 2 വർഷം പഠിച്ച കോഴ്സിന്റെ റിസൾട്ട് എന്നാണ് വന്നത് ചക്കരെ? ഇന്നലെ. അപ്പോൾ ഇത്രയും നാള് പോയി അധ്വാനിച്ചതിന്റെ ഫലം വന്നിരിക്കുന്നത് ഇന്നലെയാണ്. അപ്പോൾ തോറ്റോ ജയിച്ചോ എന്നൊക്കെ ഇടയ്ക്കൊക്കെ ആരൊക്കെ ഇങ്ങനെ കമന്റ് ചെയ്യുന്നുണ്ട്, റിസൾട്ടിന്റെ കാര്യം എന്തായി, റിസൾട്ട് വന്നോ എന്താണെന്നൊക്കെ ചോദിച്ചിട്ട് ഇടയ്ക്കൊക്കെ 2-3 കമന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റിസൾട്ട് ഏതായാലും വന്നാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്തു, ഇന്നലെയാണ് ചക്കരയുടെ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ അവിടുത്തെ കുട്ടികളൊക്കെ പറഞ്ഞതല്ലേ, റിസൾട്ട് വന്നിട്ടുണ്ട്, എല്ലാവരും റിസൾട്ട് ചെക്ക് ചെയ്തെന്നൊക്കെ. അപ്പോൾ റിസൾട്ട് നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയാണ്. ഉമ്മ ഞെട്ടി. അമ്മ ശരിക്കും ചക്കര റിസൾട്ട് കേട്ടിട്ട് ഞെട്ടി. ചക്കര ഞെട്ടി. എങ്ങനെ ഞെട്ടിയെന്ന് ചോദിച്ചാൽ മക്കളെ നിങ്ങളെ വിചാരിക്കും ചക്കരയാണ് ഞെട്ടിയത്. അപ്പൊ ഞെട്ടിയോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും പൊട്ടിയോന്ന് വിചാരിക്കും. ശരിക്കും പറഞ്ഞ പൊട്ടിയോ അതേ ജയിച്ചോ? കേട്ടില്ല. അപ്പോ പാസ്സായിട്ടുണ്ട് കേട്ടോ. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് ശരിക്കും എന്താ സംഭവിച്ചത്, അതായത് ഫസ്റ്റ് ഇയറിന്റെ റിസൾട്ട് ഒക്കെ മുന്നേ തന്നെ വന്നിട്ടുണ്ടായിരുന്നില്ലേ? അതൊക്കെ അപ്പോഴെ തന്നെ വന്നു. സെക്കൻഡ് ഇയറിന്റെ എക്സാം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്രയായി? കല്യാണത്തിന്റെ സമയത്തല്ലേ എക്സാം കഴിഞ്ഞത്? 3 എങ്ങനെ? കല്യാണം കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ ജൂൺ എക്സാം കഴിഞ്ഞത്. എക്സാം അതായത് കല്യാണത്തിന്റെ തൊട്ട് മുമ്പത്തെ ആഴ്ചയായിരുന്നു. അല്ല, തൊട്ട് മുമ്പത്തെ ആഴ്ചയല്ലേ, കല്യാണത്തിന് 1 മാസം മുമ്പായിരുന്നല്ലേ? എക്സാം ഏത് മാസം വരുന്നു? മെയ്യിലല്ലേ? കഴിഞ്ഞിട്ടായിരുന്നു. ഓക്കെ. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആദ്യം കല്യാണത്തിന് മുമ്പേണ് പറഞ്ഞതല്ലേ എക്സാം? ഞാൻ മുമ്പായിരുന്നു, ആ ഓർമ്മയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എക്സാമിന്റെ സമയത്ത് ശരിക്കും എന്ന് പറയുമ്പോ വിരുന്ന് കാര്യങ്ങള് ട്രിപ്പൊക്കെ ആയിരുന്നു അല്ലേ? അതിനിടയിൽ ഹോസ്പിറ്റൽ കേസ്, ഇപ്പൊ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയമല്ലേ? ഒക്കത്തിന്റെ ഇടയിലായിരുന്നു എക്സാം. അപ്പോ റിസൾട്ടിന്റെ സമയത്ത് ഞാൻ എക്സാമിന്റെ സമയത്ത് തന്നെ വിചാരിച്ചു റിസൾട്ട് വരുമ്പോ പടച്ചോനെ ഒന്നും നോക്കണ്ട, ആകെ പൊട്ടി പഞ്ചറാന്നാണ് വിചാരിച്ചത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതായത് ജയിച്ചു. അപ്പൊ ഒക്കത്തിന് മാർക്ക് എങ്ങനെയുണ്ട് ചക്കരെ? കുഴപ്പമില്ല, തരക്കേടില്ലാത്ത മാർക്കുണ്ട്. അപ്പൊ എങ്ങനെയായാലും കര കയറി, തട്ടി ഒപ്പിച്ചു. ഓക്കെ. അല്ല, ഇനിയിപ്പോ എന്താ ജോലി നോക്കുന്നുണ്ടോ? എന്താണ്? ഇൻഷാല്ലാ ജോലി നോക്കണം അല്ലേ? ഇത്രയും 2 വർഷത്തോളം പഠിച്ച് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് പഠിച്ചല്ലേ? അപ്പോ എന്തായാലും പഠിച്ചതിനൊരു ഉപയോഗം വേണ്ടേ? ജോലി നോക്കിക്കോ. ജോലി നമുക്ക് ഇവിടെ നോക്കാം, കുഴപ്പമില്ല. എന്താ ജോലി നോക്കണല്ലേ നല്ലേ? അല്ലാതെ വെറുതെ വീട്ടിൽ നിന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഉമ്മയുടെ അഭിപ്രായം എന്താണ് അതില്? നല്ല അഭിപ്രായം. പോണം, ജോലിക്ക് പോണം, കാര്യമില്ല. പണ്ടത്തെ അമ്മമാരൊക്കെ ആണെങ്കിൽ പറയേ ജോലിക്ക് പോകണമെങ്കിൽ ഇവിടുത്തെ നമ്മൾ അടുത്തുള്ള ഹോസ്പിറ്റലല്ലേ ഈ സഭ അടുത്ത് ഇവിടെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഒന്ന് CV എടുക്കാനൊക്കെ അമ്മ പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് പണ്ടുള്ള അമ്മമാരൊക്കെ അല്ലേ, അത് പറയും കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകണമെങ്കിൽ എന്തിനു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നത്, വീട്ടിലെ പണിയെടുക്കാനല്ലേ എന്നൊക്കെ ചോദിക്കും. ഇല്ല. അപ്പൊ നമ്മളമ്മയുടെ ചിന്താഗതി അതാണ്, ഉമ്മയുടെ തീരുമാനം അതാണ്. അപ്പൊ ജോലി നോക്കാം, ഇൻഷാല്ലാ നമുക്ക് റെഡി ആയിട്ട് പോവാം. നമ്മള് പറഞ്ഞു തന്നത് എക്സാമിന്റെ കാര്യം, റിസൾട്ടിന്റെ കാര്യം. കൂടുതൽ കൂട്ടുകാരുടെ അവസ്ഥ എന്താണ്? ജയിച്ചോ? കാരണം ഇവിടെ നോക്കി എഴുതിയ ആള് തോറ്റിട്ടുണ്ടാവും, ഇവിടെ ജയിക്കുകയും ചെയ്തു. അങ്ങനെ അത് പറഞ്ഞപ്പോ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ. എന്താ അറിയോ, പണ്ടൊരാളൊരു എക്സാമിനെ ബെഞ്ചിലും മുന്നിലും ബേക്കിലായിട്ടാണ് എക്സാം എഴുതണത്. അപ്പോ ചോദ്യം വന്നത് ഇതാണ്, അമ്മയുടെ പര്യായം എഴുതാൻ പറഞ്ഞു. അപ്പൊ മുന്നിലിരുന്ന് എന്ത് ചെയ്ത് മാതാവ് എന്ന് എഴുതി. അപ്പോ അടുത്തുള്ള ബേക്കി ഇരിക്കാണ്, മാതാവ് എന്ന് എഴുതി എന്ത് ചെയ്തു, പേന കൊണ്ട് മാതാവ് ഉത്തരം എഴുതിയിട്ട് പേന എടുത്ത ആൻസറിന്റെ മുകളിൽ വെച്ചു. അപ്പൊ പേന വെച്ച അക്ഷരം തായാണ്, മാതാവിന്റെ സെന്ററിൽ തായാണ് വെച്ചത്. അപ്പൊ ബേക്കിരുന്ന് കണ്ടത് എന്താണ്, അമ്മയുടെ പര്യായം മാവ്. അപ്പൊ ബേക്കിരുന്നവനെ എന്ത് ചെയ്തു, ഒന്നും കൂടി ആർട്ടിഫിഷ്യൽ ആവട്ടെ, അല്ലെങ്കിൽ ടീച്ചറിന് ഒന്നും കൂടി ഒന്ന് തൃപ്തിയാട്ടെന്ന് വിചാരിച്ച് മൂവാണ്ട മാവ് എന്ന് എഴുതി അമ്മയുടെ പര്യായം. എന്ന് പറഞ്ഞ പോലെ ചക്കര നോക്കി എഴുതിയ ആള് തോക്കുകയും ചെയ്തു, ചക്കര ജയിക്കുകയും ചെയ്തു. അറിയണ എഴുതി അല്ല, നോക്കി എഴുതുന്നത് കുറച്ചിടൊന്നുമല്ല, അതിനും വേണം ഒരു കഴിവ്.
ഒരേ മാർക്ക് രണ്ടാൾക്കും വന്നിട്ട് സത്യം പറയാം. അപ്പൊ പിന്നെ നോക്കി എഴുതി. അപ്പൊ പിന്നെ എന്താണ് വേറെ ഡൗട്ട് ഒന്നും ഇല്ല ഇതില്. നോക്കി എഴുതുന്നല്ല, ഒന്നാമത്തെ കാര്യം കുറച്ച് ടഫ് ആയിരുന്നു എക്സാം. നല്ല ടഫ് ആയിരുന്നു. ഞാൻ ഹോസ്പിറ്റലായതുകൊണ്ടും പിന്നെ പറഞ്ഞ മോഡൽ എക്സാമിന്റെ സമയത്തൊക്കെ ഞാൻ വാപ്പാന്റെ കൂടെ തൃശ്ശൂരായിരുന്നു. എനിക്ക് ഒരുവിധപ്പെട്ട ക്ലാസ്സുകളൊന്നും ഞാൻ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊന്നും പറ്റിയിട്ടില്ല. പിന്നെ മോഡൽ എക്സാം ഏത് മാസമായിരുന്നു? ഫെബ്രുവരിയോ ജനുവരിയോ? ട്രെയിനിങ് എല്ലാം 6 മാസം കംപ്ലീറ്റ് ആയി. ട്രെയിനിങ് എല്ലാം കംപ്ലീറ്റ് ആയി. അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി. എന്നിട്ടും അൽഹംദുലില്ലാ വിജയിച്ചല്ലേ? പ്രാക്ടിക്കലില് പിന്നെ ഞാൻ പക്കയാണ്. പ്രാക്ടിക്കലില് പിന്നെ ചക്കര കടത്തി വിട്ടാൻ അവിടെ ആരില്ലെന്ന് ചക്കര അറിയണേ. കാരണം പിന്നെ എന്താണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ബാക്കി കാര്യങ്ങൾക്കായാലും എന്താണ് ആൾ ഉഷാറാണ് അല്ലേ? പ്രാക്ടിക്കൽ മെയിൻ ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. നമുക്ക് ഏതായാലും ജോലികളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം ഇൻഷാ അല്ലാഹ്. ശരിക്കും പറഞ്ഞ സർട്ടിഫിക്കറ്റിനൊന്നും ഒരു ഇതില്ല. നമുക്കൊരു പ്രൂഫായിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കാന്നേ ഉള്ളൂ. ഈ ഇങ്ങനത്തെ ഇതിലൊക്കെ എക്സ്പീരിയൻസ് ആണ് വരുന്നത് അല്ലേ? അപ്പോ ചക്കര പഠിച്ച കോഴ്സിന് ഒന്നുകൂടെ പറയാൻ, ചക്കര പഠിച്ചത് ഒരുപാട് ആൾക്കാർക്ക് അറിയില്ല. ഏതാണ് ചക്കര പഠിച്ചത്? DMLT, അതായത് ഡിപ്ലോമ മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു 2 വർഷത്തെ കോഴ്സാണ് പഠിച്ചത്. അതിൽ 1.5 വർഷം തിയറി, അതായത് പിന്നെ ഇതും 6 മാസം പ്രാക്ടിക്കൽ. നമ്മളോട് എത്രയും തിരക്ക് വണ്ടിയാണ്. നമ്മളെ നാട്ടിലും ട്രാഫിക്കോ ആവും. കുറച്ചാണ് സിഗ്നൽ വെക്കേണ്ടി വരുമോ? ഓക്കെ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യം. അപ്പൊ അങ്ങനെയാണ് അപ്ലൈ ചെയ്യുമ്പോ നോക്കല്ലേ, വിളിക്കൂല്ലേ? ട്രെയിനിങ് നിന്നൊക്കെ ഓർമ്മ വരുമ്പോ ചിന്ത വരും. ട്രെയിനിങ് അല്ലേ? അല്ല, നല്ല പഠിച്ചതല്ലേ? പഠിച്ചത് വെറുതെ ഒരു അതായത് ആദ്യം കേറുമ്പോ ഒരുപാട് സാലറി ഒന്നും പ്രതീക്ഷിക്കരുത്. ചെറിയ എന്തെങ്കിലും വേതനം ഉണ്ടാവും, ചെറിയ വേതനം സാലറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പക്ഷേ സാലറി അല്ല വലുത്, എക്സ്പീരിയൻസ് ആണ്. നമ്മളൊരു 2 വർഷം അവിടെ ആ ഒരു സാലറി നിന്ന് കഴിഞ്ഞാൽ ആ ഒരു സാലറി ആയിരിക്കില്ല മുന്നോട്ട് പോകുമ്പോഴും, അത് മാറും. പക്ഷെ ആ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, പുറത്തോട്ടോ അബ്രോഡ് നോക്കാം. അല്ലെങ്കിൽ തന്നെ ഇവിടെ തന്നെ നമുക്ക് വലിയ വലിയ ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് നമ്മൾ ഫസ്റ്റ് കയറുമ്പോൾ, അത് നമ്മൾ പൊതുവെ പറയുന്നതാണ് കേട്ടോ. നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാർ, ജോലി ട്രൈ ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ്. ഫസ്റ്റ് നമ്മൾ കയറുന്ന സ്ഥലത്ത് നമ്മൾ അധികം സാലറി പ്രതീക്ഷിക്കരുത്. നമ്മളൊന്ന് പരിചയപ്പെടാം. ആ ഒരു കൂട്ടുള്ളൂ, അങ്ങനെ നോക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ പരിചയപ്പെടാൻ നോക്കാം. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫസ്റ്റ് ഗൾഫിൽ പോകുമ്പോ ഇല്ലേ, ഫസ്റ്റ് ഗൾഫ് എനിക്കൊക്കെ ആകെ ചെറിയ ശമ്പളമായിരുന്നു. അപ്പോൾ എന്നോട് എന്റെ പരിചയക്കാരൊക്കെ പറഞ്ഞു, നീ ഫസ്റ്റ് കയറുമ്പോൾ അവിടുത്തെ സാലറി നോക്കരുത്, നീ ഇപ്പോൾ ദുബായിൽ വന്നിട്ടേ ഉള്ളൂ, 2018, നീ ഇപ്പോൾ UAE വന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഇവിടുത്തെ രീതികൾ, പിന്നെ ഇവിടുത്തെ നിയമങ്ങൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ആ ഒരു കൾച്ചർ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വാ. അതേപോലെ തന്നെ ജോലി എങ്ങനെയാണ്, റൂം എങ്ങനെയാണ്, അതൊക്കെ ഒന്ന് പഠിച്ചു വാ. ആയതിനു ശേഷം നീ സ്റ്റേബിൾ ആണ്, അല്ലെങ്കിൽ നിനക്കൊരു ഗ്രിപ്പ് ആയതിനു ശേഷം എന്ത് ചെയ്യും, നീ അവിടെ നിന്ന് മാറിയിട്ട് വേറെ നോക്കിക്കോ, അതൊരു പ്രശ്നമില്ല. പക്ഷെ വന്നുടനെ തന്നെ ഈ ജോലി വിടാനോ അല്ലെങ്കിൽ സാലറി ചെറുതാണെന്ന് വിചാരിച്ചിട്ട് വിഷമിച്ചിരിക്കാനൊന്നും അങ്ങനെയൊന്നും കൂട്ടാക്കണ്ടെന്ന് പറഞ്ഞു. സംഭവം ശരി തന്നെയാണ്. നമ്മളിപ്പോൾ അന്ന് ഇത്ര സാലറി ഉള്ളൂ, നമ്മളുടെ നോക്കണില്ല, അടുത്ത ജോലി നോക്കാൻ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ എന്ത് ചെയ്യത്തില്ല, വേറെ ജോലി നമുക്ക് കിട്ടത്തില്ല. പിന്നെ വീണ്ടും നാട്ടിൽ തിരിച്ചു വരേണ്ട അവസ്ഥ ഒന്നുമില്ല. നമ്മൾ അതൊക്കെ അന്ന് സ്ട്രഗിൾ ചെയ്തു, ഓവർകം ചെയ്തു, നമ്മളവിടെ നിന്ന് അൽഹംദുലില്ലാ ഇപ്പോൾ നീ കാണുന്ന രീതിയിലെത്തി. കല്യാണത്തിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ ഗൾഫിൽ തന്നെയായിരുന്നു. അവിടെ നിന്ന് ഉണ്ടാക്കിയ പൈസ തന്നെയാണ് നമ്മൾ കല്യാണം കാര്യങ്ങളൊക്കെ നടത്തിയത്. അൽഹംദുലില്ലാ ഹൈറാണ്. അപ്പോൾ അതൊന്നുമല്ല നമ്മുടെ വിശേഷം, നമ്മുടെ വിഷയം. അപ്പോൾ എക്സാമിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ചക്കരക്ക് എന്താ വേണ്ടത്? എക്സാമിന് ജയിച്ചതിന് ഗിഫ്റ്റ് എന്താ വേണ്ടത്? ഓക്കെ, ആ കൈ കൊണ്ടാ, കൈ കൊണ്ട് അല്ല, ഇത് മതി. കൺഗ്രാറ്റുലേഷൻസ്. ഓക്കെ, ഉമ്മ ഒരു കൺഗ്രാറ്റുലേഷൻസ് പറയുമ്പോ കൺഗ്രാറ്റുലേഷൻസ്. ഇനിയിപ്പോ ആൾക്കാർ പറയും ഇടത് കൈ കൊണ്ടാണ് കൺഗ്രാറ്റുലേഷൻ ഷേക്കാൻ കൊടുത്തെന്ന് പറയും കേട്ടോ. സെൽഫിയാണ്, ഇത് വലത് കൈയാണ്, കാണുമ്പോൾ ഇടത് കൈയായിട്ട് തോന്നും, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ കഴിക്കുന്നതിനൊക്കെ ചില ആൾക്കാർ പറയും ഇടത് കൈ കൊണ്ടല്ലേ തോന്നുന്നത്. കാരണം സെൽഫി വീഡിയോയിൽ എപ്പോഴും മിററായിട്ട് തിരിഞ്ഞേ വരത്തുള്ളൂ. ഗിഫ്റ്റ് ഞാൻ തന്നല്ലോ, കൺഗ്രാറ്റുലേഷൻസ് പറഞ്ഞല്ലോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയില് ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ ഇതിനകത്ത് ഇനി ഒരാൾ കുറവുണ്ട്, വാപ്പ കുറവുണ്ട്. വാപ്പ എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാപ്പയുടെ വേക്കിൽ എന്താ പരിപാടി? നാരങ്ങയൊക്കെ പറയും. നാരങ്ങ എന്ന് പറയുമ്പോൾ നമ്മുടെ കറി വയ്ക്കുന്ന നാരങ്ങ, നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവുന്ന അറിയില്ല. ചെറിയ ആ ടൈപ്പ് നാരങ്ങയല്ല, വലിയ കറി നാരങ്ങ. ചക്കര നാട്ടിൽ എന്തോ പറയുമല്ലോ അതിന്, വടോപ്പുളി. ആ സാധനം എപ്പോഴും മറന്നു പോകുന്നു. വടോപ്പുളി എന്നുള്ള സാധനം അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. വാപ്പോടെ പറിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അതൊന്ന് പോയി കണ്ടുനോക്കാം. എന്നിട്ട് അതൊന്നും ചന്തയെ കൊണ്ട് കൊടുക്കാണ്ട്. ഓണത്തിന് സദ്യയിലെ മെയിൻ സാധനമാണ് ഈ ഒരു നാരങ്ങ. ആ ചന്തയിലല്ല, കടയിലല്ലേ, അല്ലാതെ തന്നെ മാർക്കറ്റിലല്ലാതെ പുറത്ത് പച്ചക്കറി കടയിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് പറിക്കുന്നുണ്ട്. അപ്പോൾ ഓണത്തിന്റെ സദ്യയുടെ ഒരു മെയിൻ സാധനമാണ് അത്. ഓക്കെ, അപ്പോൾ അത് എന്താണ് സാധനം നിങ്ങൾ കാണിച്ചു തരാം. അപ്പം അങ്ങോട്ട് പോവാം, എൻ്റെ ബാക്കി വിശേഷം കാണാം. അങ്ങനെ മക്കളെ, ഇവിടെ പിന്നെ നാരങ്ങ പറിക്കാൻ കേട്ടോ. അപ്പം നാരങ്ങ പറിക്കുന്നു.
നമ്മുടെ കുറച്ചൊക്കെ ഇവിടെ കൂട്ടിക്കൊണ്ട് വെക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ സംഭവം എന്താണെന്ന് മെയിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നോക്കട്ടമ്മ ചാക്കൊക്കെ. അത് നമ്മൾ ഇത്രയും പറിച്ചതല്ലേ? ഇതിപ്പോൾ കുറേ പറിച്ചതാണ്, ഇനിയും അത് പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സാധനം, കരുനാരങ്ങ എന്ന് പറയല്ലേ അമ്മ? ഈ ഇത് ശരിക്കും എന്തിനാണ് ഉപയോഗിക്കുന്നത്? സദ്യക്കൊക്കെ, പിന്നെ നാരങ്ങക്കറി ഉണ്ടാക്കാനല്ലേ? നാരങ്ങക്കറി ഉണ്ടാക്കാൻ ഉപയോഗിക്കുമല്ലേ? ഓക്കെ ഓക്കെ. ഇഞ്ചിപ്പുളി, അതേപോലെ നാരങ്ങേൻ്റെ ആ ഒരു ഇതുണ്ടാക്കാൻ അതിനൊക്കെ ഉപയോഗിക്കും. പിന്നെ ഇതിൽ അച്ചാറിടുമല്ലേ അമ്മ ഈ സാധനം? അച്ചാറിടും, പക്ഷെ കൂടുതൽ ഉപയോഗിക്കുന്നത് സദ്യക്ക് ഇതായിട്ടാണല്ലേ? അപ്പോൾ എന്ത് ചെയ്തു, ഇതിനകത്താണെങ്കിൽ ഇഷ്ടം പോലെ ഇതേപോലെ ഉണ്ട് കേട്ടോ. പിടിച്ചമ്മ, ഇഷ്ടംപോലെ ഇതേപോലത്തെ ഉണ്ട്. അപ്പോൾ ഓണമായതുകൊണ്ട് എന്ത് ചെയ്യും, ഈ സാധനം ചന്തയിലും കടകളിലും എല്ലായിടത്തും ഈ സാധനം എടുക്കും. ഇപ്പോൾ ഓണത്തിന് ഈ സാധനം ഒരുപാട് ആൾക്കാർ വാങ്ങും അല്ലേ? കറി ഉണ്ടാക്കാൻ, സദ്യേൻ്റെ കൂടെ കറി ഉണ്ടാക്കാൻ. കാരണം സദ്യയുടെ മെയിൻ ഐറ്റമാണ് ഈ നാരങ്ങ ഇഞ്ചി എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിന് പിന്നെ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ആൾക്കാർ ഈ സാധനം വാങ്ങും. നാടൻ സാധനം ആകുമ്പോൾ അതിനത്രയും പ്രിയം കാണും. നല്ല മണമാണ് ഇതിന്. ഇതിൻ്റെ ഇലയും നല്ല മണമാണ്. ഈ നാരങ്ങ ഇത് ആദ്യം ചെറിയൊരു തയ്യൊരു ഇതായിരുന്നു. കാരണം പെട്ടെന്നാണ് ഇത് വളർന്ന് വലുതായി ഇത്രയായത്. ഒരുപാടുണ്ട് കേട്ടോ, നാരങ്ങ ഇഷ്ടം പോലെ ഉണ്ട് അതിൽ. ഉണ്ട്, കാണിച്ച് സൂം ചെയ്താൽ കാണാം. ഉണ്ടേ, ഇങ്ങനെ നിറച്ചുണ്ട്. അപ്പം ഇങ്ങനെ ഓരോന്ന് അത് വരച്ചും കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യും, ചന്തയിൽ കൊണ്ടുപോയിട്ട് എടുക്കും ഈ സാധനം. അപ്പോൾ ഓണായതുകൊണ്ട് കുഴപ്പമില്ലാത്ത വില കാര്യങ്ങളൊക്കെ ഇതിനുണ്ട് കേട്ടോ. അങ്ങനെ നാരങ്ങ കാര്യമായിട്ട് തന്നെ പറിക്കുക തന്നെ കേട്ടോ. നോക്ക്, ഇത്രയും ഇപ്പം തന്നെ പറിച്ചതാണ്. ഇന്നലെ ഇന്നലെ എത്ര എണ്ണം പറിച്ചുമാ? 100 എണ്ണം പറിച്ചല്ലേ ഇന്നലെ? 100 എണ്ണം പറിച്ച് എന്ത് ചെയ്തു, ചന്തയിൽ കൊണ്ടു കൊടുത്തു. അപ്പോൾ ഓണത്തിന് മുന്നേ ഈ സാധനം കൊണ്ടു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആൾക്കാർ. ഇപ്പോൾ ഓണത്തിൻ്റെ ആൾക്കാർ പർച്ചേസ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവുമല്ലോ. സദ്യേൻ്റെ കൂട്ടും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോഴിത് ചന്തയിലെത്തിച്ചാൽ മാത്രമേ എല്ലാവരുടെ കൈകളിലും ഇത് എത്തുള്ളൂ. ഓണത്തിന് ശേഷം പറിച്ചിട്ട് കാര്യമല്ല. കൊടുത്തല്ലേ? ഇന്നലെ ഒരു 35 കിലോ അടുപ്പിച്ച് സാധനം കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നും ഒരു 20 കിലോൻ്റെ ഒരു ഓർഡർ നമുക്ക് വന്നു. എന്ത് ചെയ്തു, അപ്പോൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടാണ്. ഇനിയിപ്പോൾ നേരെ കടയിൽ കൊണ്ട് കൊടുക്കും. ഇതിപ്പോൾ ഏകദേശം എത്ര എണ്ണം ഉണ്ടാവും? 70 ഉണ്ടല്ലേ? 70 ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ ഇനി ത്രാസുണ്ട്. അപ്പം ഇതിൽ ത്രാസിൽ വെച്ച് തൂക്കി വെക്കുമ്പോൾ അറിയാം 20 കിലോ മാത്രം മതി. ആവശ്യത്തിന് പറിച്ചാൽ മതിയല്ലോ, വെറുതെ പറിച്ചു വെച്ചാലും പഴുത്തു പോകും സാധനം. നമുക്ക് മുള്ളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനം കേട്ടോ. ഉണ്ടല്ലേ? ഇത് ചക്കര അങ്ങോട്ടൊക്കെ പറയുന്നത് എന്ത് പുളി? എന്ത് വടോപ്പുളി? ഇത് വടോപ്പുളി എന്നാണ് പറയുന്നത്. നമ്മളങ്ങോട്ട് നാരങ്ങ എന്ന് പറയും, കറി നാരങ്ങ എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇതാണ് സാധനം. നോക്കി വാപ്പ, നോക്കി കയറിക്കോ കേട്ടോ. മഴ പിടിച്ച് തെച്ചില് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ്. കുറച്ച് ഞാനൂടെ പറിക്കും കൊണ്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും പറിച്ച സാധനം നോക്കി വെക്കും കേട്ടോ, എത്ര എണ്ണം ഉണ്ടെന്ന്. 26 കിലോ ഉണ്ടല്ലേ? അപ്പോൾ കറക്റ്റ് 26 കിലോ സാധനം ഉണ്ട്. 78 79 78 79 ഉണ്ടായിരുന്നു. 26 കിലോ ഉണ്ട്. ഇതിപ്പോൾ കൊണ്ട് കൊടുക്കല്ലേ? ഓക്കെ, അപ്പോൾ കൊണ്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ, സാധനം ഒക്കെ റെഡിയായി. അങ്ങനെ മക്കളെ, നമ്മുടെ അന്നത്തെ വിശേഷം ഇതൊക്കെ തന്നെ ആയിരുന്നു. ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഈ കാണിച്ച നാരങ്ങയല്ലേ, ഇതും കൊണ്ട് ഇനി നേരെ കടയിൽ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സമയമെല്ലാം കൊടുത്തിട്ട് വന്നിട്ട് വേണം ഫുഡൊക്കെ കഴിക്കാൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയ ശേഷം കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.